ഹായ് എവരിവൺ, എല്ലാവർക്കും മാർക്കറ്റ് മജസ്റ്റി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ട്രേഡിംഗ് എല്ലാം ഇങ്ങനെ പോകുന്നു, കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അതോ ഇപ്പോൾ സ്ട്രഗ്ലിംഗ് തന്നെയാണോ? സ്ട്രഗ്ലിംഗ് ഒരു സമയത്ത് നമുക്ക് നല്ലൊരു റിട്ടേൺ തരും. ഓക്കെ, കീപ് ഗോയിങ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ പൊസിഷൻ സൈസിങ് ആണ്. ഓക്കെ, ഇതിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ജോയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പൊസിഷൻ സൈസിങ് എന്താന്ന് അവർക്ക് അറിയും. കുറെ പേരൊക്കെ ഇപ്പോൾ ഇത് ഈ ഒരു ടേം ആദ്യമായിട്ട് കേൾക്കുന്നവർക്കാണെങ്കിൽ അത് നമുക്ക് ക്ലിയർ ആക്കി തരാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ പൊസിഷൻ സൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ ഈ സ്ലൈഡിൽ ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചുകൂടി നോക്കുക, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇപ്പം ഞാനിത് വായിക്കാൻ നിൽക്കുന്നില്ല, ഞാൻ ഇതിൻ്റെ മീനിങ് ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, പൊസിഷൻ സൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡ്സിനും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. ഈ റിസ്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ പൊസിഷൻ അല്ലെങ്കിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാപിറ്റൽ ഇതിൽ മാറ്റം കൊണ്ടുവരുന്നതിനെയാണ് പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മുന്നോട്ട് ചാർട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ പൊസിഷൻ സൈസിങ് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു ട്രേഡിൽ എങ്ങനെ എൻ്റർ ആവുമെന്ന് എക്സാമ്പിളോടുകൂടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പൊസിഷൻ സൈസിങ് എന്താന്ന് ക്ലിയർ ആയില്ലേ? We use position sizing to determine how many quantities of shares can be purchased in respect to the risk involved. ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ, അതായത് റിസ്ക് ഓരോ ട്രേഡിനും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. ആ റിസ്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ എത്ര രൂപ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യണം ഒരു ട്രേഡിൽ എന്നതിനെ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അതിനനുസരിച്ച് ആ ക്യാപിറ്റൽ സൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് പൊസിഷൻ സൈസിങ്. ഓക്കെ, ടേം കേട്ടിട്ട് ആരും കൺഫ്യൂഷൻ അടിച്ച് പോകണ്ട. ഇത്രേ ഉള്ളൂ, റിസ്കിനനുസരിച്ച് നമ്മൾ എത്ര രൂപ ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ചാർട്ടിൽ പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ട്രേഡിംഗ് വ്യൂവിൽ റിലയൻസിൻ്റെ ചാർട്ടിലാണ്. ഓക്കെ, ഇത് 26-ാം തീയതി നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പ്രൊവൈഡ് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, ഇതിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയാണ്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ആയാൽ മതി. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആദ്യമായിട്ട് ജോയിൻ ആവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഈ ഒരു റിലയൻസിന്റെ 26-ാം തീയതിയത്തെ ഈ ഒരു മൂവ്, ഇത് നമ്മൾ കമ്മ്യൂണിറ്റിയിലും ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തതാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പൊസിഷൻ സൈസിങ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത് എൻട്രി എടുക്കാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിതിൽ എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരു 10,000 രൂപ ക്യാപിറ്റലായിട്ട് അല്ലെങ്കിൽ 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്യാൻ വരുന്ന ഒരാളുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ മാർഗേജിങ് ചെയ്യുന്ന ലെവൽസ് ഉണ്ടല്ലോ, ഇതിൽ ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ലെവൽസ് ഉണ്ടാവും, തിന്നായിട്ടുള്ള ലെവൽസ് ഉണ്ടാവും. ഇതെങ്ങനെ, ഇത് എല്ലാം സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ്. ഇത് എന്തിനാണ് ഇങ്ങനെ മേജറും മൈനറും ആയിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യണേ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ നമ്മളിവിടുന്ന് ഇതൊരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ആണ് ആയത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ ഡേ സ്റ്റാർട്ട് ചെയ്ത് 26-ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടെ നിന്ന് 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ സ്റ്റാർട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി, ഇവിടെ നിന്ന് നല്ലൊരു അപ്പ് മൂവ് തന്നു. ഈ ഒരു മേജർ റെസിസ്റ്റൻസിൻ്റെ അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആയി, പക്ഷെ അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ റിവേഴ്സലായി താഴോട്ട് വന്നു. ഇവിടെ നിന്ന് പ്രോപ്പർ ഒരു ബ്രേക്ക് ഔട്ട് തന്നത് ഈ ഒരു പോയിന്റ് നിന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഒരു എൻട്രി എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടുന്ന് എൻട്രി പ്രൈസ് നോക്കുമ്പോൾ 2,950. ഓക്കെ, 2,950 ആണ് നമ്മുടെ എൻട്രി. പക്ഷെ അതിനെ പറ്റി ഒരു സ്റ്റോപ്പ് ലോസ് നോക്കുകയാണെങ്കിൽ
2940, 10 രൂപ താഴെ സ്റ്റോപ്പ് ലോസ് നമുക്കുള്ളൂ. അവിടെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് നല്ലൊരു ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിന്റെ മേലേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് ഹിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ എപ്പോഴും എൻട്രി എടുക്കുമ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിന്റെ താഴെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആയാൽ പിന്നീട് അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ സപ്പോർട്ടിന്റെ താഴെയായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും സേഫ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്പോർട്ടിന്റെ താഴെ പ്ലസ് പ്രീവിയസ് ലോയുടെ താഴെ. പ്രീവിയസ് ലോ എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് വരും, ഇതിന്റെയും താഴെ. അതിന്റെയും ഒരു 1 rupees താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ 10 രൂപയാണ് ഒരു ക്വാണ്ടിറ്റിയിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഒരു 10,000 രൂപയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 10,000 രൂപയ്ക്ക് ഇവിടെ എത്ര ക്വാണ്ടിറ്റീസ് വാങ്ങാൻ പറ്റും? 5x ലിവറേജ് ഉണ്ട് റിലയൻസിൽ. അപ്പോൾ നമുക്ക് നമുക്ക് ഫ്രാക്ഷനും നമ്പേഴ്സും ഒന്നും വേണ്ട, റൗണ്ട് ആക്കാം, 3,000 രൂപയാക്കാം. ടാറ്റ മോട്ടോഴ്സിന് ഒരു 3,000 രൂപയാക്കാം. 3,000 രൂപയുള്ള ടാറ്റ മോട്ടോഴ്സ് 3,000 രൂപയ്ക്ക് 5x ലിവറേജ് ഉള്ളത് കൊണ്ട് 5 എണ്ണം കിട്ടും 3,000 രൂപ. അപ്പോൾ ഒരു 10,000 രൂപയുള്ള ഒരാൾക്ക് എത്ര സ്റ്റോക്ക് വാങ്ങാൻ പറ്റും? റിലയൻസിന്റെ 17 എണ്ണം വാങ്ങാൻ പറ്റും, ശരിയല്ലേ? 16 എണ്ണം വാങ്ങാൻ പറ്റും. അപ്പൊ ഈ 16 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഈ 10 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ 16 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ലോസ് എത്ര വെക്കേണ്ടി വരും? 160 രൂപ. 16 ക്വാണ്ടിറ്റിയിൽ 10 രൂപ വെച്ച് 160 രൂപ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതായിട്ട് വരും, അല്ലേ? ശരിയല്ലേ? 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, റിസ്ക് 1% എക്സീഡ് ചെയ്യാൻ പറ്റില്ല. ചില സ്ഥലത്ത് പറയുന്നത് 1% താഴെ എന്നാണ്. പക്ഷെ ഞാൻ പേഴ്സണലായിട്ട് പറയുന്നത് ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഉണ്ടല്ലോ, ഈ ഒരു ക്യാപിറ്റലിനെ 1% കൂടുതൽ റിസ്ക് ചെയ്യാൻ പാടില്ല ഇൻട്രാഡേ ഇക്വിറ്റിയിൽ. 1% കൂടുതൽ റിസ്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാൾ 100 രൂപയിൽ കൂടുതൽ റിസ്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ 16 ക്വാണ്ടിറ്റി എടുത്ത് 10 രൂപ റിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? പേഴ്സൻറ്റേജ് വൈസ് നോക്കിയാൽ മതി, രൂപ നോക്കണ്ട, പേഴ്സൻറ്റേജ് വൈസ് നോക്കിയാൽ മതി. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും പേഴ്സൻറ്റേജ് വൈസ് നോക്കുക. എല്ലാത്തിലും ട്രേഡിങ്ങിൽ ഓവറോൾ പേഴ്സൻറ്റേജ് വൈസ് നോക്കിയാൽ മതി, എമൗണ്ട് നോക്കണ്ട. ക്യാപിറ്റൽ കൂടുന്തോറും നമ്മുടെ പ്രോഫിറ്റും ലോസും അതിനനുസരിച്ച് കൂടും. അപ്പോൾ പേഴ്സൻറ്റേജ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 10,000 രൂപയിൽ 100 രൂപ പറയുമ്പോൾ 1% റിസ്ക് ചെയ്യാൻ പാടുള്ളൂ, ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ നിന്ന് 10,000 രൂപയ്ക്കും ക്വാണ്ടിറ്റീസ് നമ്മൾ ഷെയർസ് എല്ലാം വാങ്ങി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം 16 ക്വാണ്ടിറ്റീസ് കിട്ടും. ഈ 16 ക്വാണ്ടിറ്റീസ് നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് 10 രൂപ വെച്ചാൽ 160 രൂപ വരും, അല്ലേ? ഇത് പേഴ്സൻറ്റേജിക്ക് മാറ്റുമ്പോൾ എത്ര വരും? 1.6%, ശരിയല്ലേ? 1.6% നമ്മളവിടെ റിസ്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റും. 1% ആണ് മാക്സിമം റിസ്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിൽ എക്സീഡ് ചെയ്യുന്ന ഒരു ട്രേഡിൽ നമ്മൾ എൻ്റർ ആവാൻ പാടില്ല. അവിടെ നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, അങ്ങനെയുള്ള ട്രേഡ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇതേപോലെ പൊസിഷൻ സൈസ് ചെയ്തിട്ട് എൻട്രി എടുക്കുക. പൊസിഷൻ സൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 രൂപ ഡിപ്ലോയ് ചെയ്താലല്ലേ 160 രൂപ സ്റ്റോപ്പ് ലോസ് വരുള്ളൂ. നമുക്ക് 100 രൂപയാണ് നമ്മുടെ ലിമിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്യാപിറ്റൽ സൈസ് ചെയ്യും. അതായത് 100 രൂപ മാക്സിമം റിസ്ക് വരുന്നത് പോലെ നമ്മൾ നമ്മുടെ ക്യാപിറ്റലിനെ ഡിപ്ലോയ് ചെയ്യും. ഇപ്പോൾ 10,000 രൂപ ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ എത്ര രൂപയെ ഡിപ്ലോയ് ചെയ്യുള്ളൂ? 6,000. 3,000 രൂപയ്ക്ക് 5 ക്വാണ്ടിറ്റി കിട്ടും, 6,000 രൂപയ്ക്ക് 10 ക്വാണ്ടിറ്റി കിട്ടും റിലയൻസിന്റെ. അപ്പോൾ 10 ക്വാണ്ടിറ്റി എടുത്ത് 10 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ 100 രൂപ. 100 രൂപയല്ലേ നമ്മുടെ മാക്സിമം റിസ്ക്, അതിലൊതുങ്ങിയില്ലേ? അങ്ങനെ ഇവിടെ നമുക്ക് നല്ലൊരു എൻട്രി എടുക്കാൻ പറ്റും. ടാർഗറ്റ് നമുക്ക് എവിടെ വയ്ക്കാം? ഇതൊരു മേജർ റെസിസ്റ്റൻസ് ബ്രേക്കായി അടുത്ത മേജർ റെസിസ്റ്റൻസിന്റെ അവിടെ വരെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. അത് വേണമെങ്കിൽ ഇവിടം വരെയും ടാർഗറ്റ് വയ്ക്കാം, ഇവിടം വരെയും ടാർഗറ്റ് വയ്ക്കാം. അത് ട്രേഡ് എടുക്കുന്നവരുടെ ഇഷ്ടം, ടാർഗറ്റ് വെക്കുന്നത്.
ഓക്കെ, ഇവിടം വരെ പോകാനുള്ള സ്ട്രെങ്ത് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടം വരെ വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അല്ല, ഇവിടം വരെ മതി, ഇതിപ്പോൾ തേർഡ് ടാർഗറ്റ് ഇവിടം വരെ ഉണ്ട്, ഇത് ഫസ്റ്റ് ടാർഗറ്റും തേർഡ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റൊക്കെ എങ്ങനെ വെക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസിൽ, അതായത് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു ട്രേഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ബൈ സാറ്റിസ്ഫൈങ് പൊസിഷൻ സൈസിങ്. ഓക്കെ, പൊസിഷൻ സൈസിങ്ങും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു എൻട്രി ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ 100 രൂപ റിസ്ക് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ടാർഗറ്റ് ഇപ്പോൾ ഇവിടെ ആയാലും ഇവിടെ ആയാലും ഇപ്പം നോക്കാം, നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് വെച്ച് നോക്കാം. ഇവിടെ ഒരു ടാർഗറ്റ് വെക്കുകയാണെങ്കിലും 10 രൂപ റിസ്ക് ചെയ്തു, നമ്മൾ ഇവിടുന്ന് ടാർഗറ്റ് വെച്ചതോ 950 ടു 3010, 60 രൂപ ടാർഗറ്റ്. ഓക്കെ, 1:6, 10 രൂപ റിസ്ക്കും വെച്ചു, 60 രൂപ ടാർഗറ്റും വെച്ചു. അപ്പോൾ ഈ 10-ന് 1 ഈ 60-ന് 6 ആക്കി കൂടെ നമുക്ക്. അപ്പോൾ 1:6 എന്നുള്ളൊരു റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമുക്ക് നല്ലൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? നല്ലൊരു ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും നമുക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പൊസിഷൻ സൈസിങ്. ഈ റിസ്ക് റിവാർഡ് പിന്നെ എന്താണ് ഈ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്, ഇതൊക്കെ ഞാൻ പറഞ്ഞതിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ ഈ ലെവൽസ് എങ്ങനെ മാർക്ക് ചെയ്യുന്നത്, ഇതിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ മുന്നോട്ടുള്ള വീഡിയോയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ എന്തായാലും റിസ്ക് റിവാർഡിനെ പറ്റിയിട്ട്, റിസ്ക് റിവാർഡും പൊസിഷൻ സൈസിങ്ങും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യുക. റിസ്ക് മാനേജ്മെന്റ്, സൈക്കോളജി, പിന്നെ നോളേജ്, ഇത്രയും ചേർന്നാലേ നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൽ റിസ്ക് മാനേജ്മെന്റ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ പൊസിഷൻ സൈസിങ്. ഓക്കെ, അപ്പം എല്ലാവരും ഈ ഒരു 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു 4 പോയിന്റ്സ് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഓക്കെ, ഈ ഒരു 4 പോയിന്റ്സ് എപ്പോഴും മൈൻഡിൽ വെക്കുന്നത് വളരെ നല്ലതാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളുമാണ്. ഓക്കെ, നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈക്കോളജി ഒക്കെ മാനേജ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മുന്നോട്ട് ഇതിലും നല്ല നല്ല കണ്ടൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, പിന്നെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിൽ ജോയിൻ ആവാം. അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ വീഡിയോസ് ഒന്നുകിൽ റിപ്പീറ്റ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ കയറിയിട്ട് ഡൗട്ട്സ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.